നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യൻ നേവിയിൽ അത്രമാത്രം ആധുനികവൽക്കരണവും ആയുധവൽക്കരണവുമാണ് നടന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ, പടക്കപ്പലുകളും അന്തർവാഹിനികളും അടക്കമുള്ള ആയുധങ്ങൾ ഇനിയിപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രു രാജ്യങ്ങൾ ഇന്ന് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഇന്ത്യൻ സേനാ വിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് നാവികസേനയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനോട് നാവികസേന എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകിയാൽ പാകിസ്ഥാൻ അത് ഗൗരവമായി എടുക്കും. കാരണം ഇന്ത്യൻ നാവികസേനയെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പ് പാകിസ്ഥാനില്ല. നാവികസേന എന്ന് മാത്രമല്ല, ഇന്ത്യൻ സേനയുടെ ഒരു വിഭാഗത്തോടും കിടപിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ ഇല്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതാണ്. ഏതാനും മണിക്കൂറുകൾ നീണ്ട ആ സൈനിക നടപടിയിൽ തന്നെ പാകിസ്ഥാൻ മുട്ടിലിഴയുകയും ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാലും ഉള്ളതിൽ ഏറ്റവും അധികം സംഹാരമൂർത്തിയായിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി പാകിസ്ഥാനെതിരെ എന്തെങ്കിലും ഒരു നടപടിക്കൊരുങ്ങിയാൽ അല്ലെങ്കിൽ നടപടി തുടങ്ങിയാൽ തീർച്ചയായും പാകിസ്ഥാൻ ഈ ലോക ഭൂപടത്തു നിന്ന് തന്നെ ഇല്ലാതാകും. നമുക്കറിയാം, ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ എടുത്താലും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എടുത്താലും ഇന്ത്യൻ നാവികസേന അധികമായി പാകിസ്ഥാനെ ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെട്ടില്ല. ഇന്ത്യൻ നാവികസേന കൂടി രംഗത്തെത്തിയിരുന്നുവെങ്കിൽ ആക്രമണം അതിരൂക്ഷമായി മാറുമായിരുന്നു. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകോത്തരമായ ഒരു സേനാ വിഭാഗമായി ഇന്ത്യൻ നാവികസേന മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തുടക്കം കൂടി ഇന്ത്യൻ നാവികസേന കുറിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുകളും കാതുകളും വിന്യസിക്കാൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുന്നു. DRDOയുടെ നേതൃത്വത്തിലാണ് സമുദ്രത്തിന് അടിയിൽ അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക്കൽ സെൻസിംഗ് സിസ്റ്റം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പങ്കാളിയെ തേടുകയാണ് DRDO. അതായത് സമുദ്രാന്തർഭാഗത്ത് ഇന്ത്യക്ക് ഇപ്പോഴും വലിയ ഭീഷണികളുണ്ട്. നമുക്കറിയാം, ഈ ഭീഷണികൾ കൃത്യമായി നേരിടാനാണ് ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലൊരു സെൻസർ ഉപകരണം കടലിനടിയിൽ സ്ഥാപിക്കുന്നത്. കടലിനടിയിൽ സ്ഥിരമായി സ്ഥാപിക്കുന്ന നെറ്റ്വർക്ക് കേബിളുകളാണിത്. ഇതിൽ സെൻസറുകളും അതുപോലെ തന്നെ കടലിനടിയിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. ശത്രുവിൻ്റെ അന്തർവാഹിനികൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും എത്തിയാൽ ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന അറിയും. ഇനിയിപ്പോൾ ഒരു അന്തർവാഹിനിക്കും ഇന്ത്യൻ തീരത്തിൻ്റെ തൊട്ടടുത്ത് പോലും എത്താൻ കഴിയില്ല. അത്രമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും പിടിച്ചെടുക്കാനുമുള്ള കഴിവ് ഇന്ത്യയുടെ സെൻസറുകൾക്കുണ്ടാകും. ഈ സെൻസറുകൾ നിർമ്മിച്ച് സമുദ്രാന്തർഭാഗത്ത് സ്ഥാപിക്കാനാണ് DRDO ശ്രമം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി എന്ന സ്ഥാപനം ഇങ്ങനെ ഒരു സംവിധാനം വികസിപ്പിക്കാനും സ്ഥാപിക്കാനുമുള്ള താൽപ്പര്യപത്രം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിവേഗതയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സമുദ്രാന്തർഭാഗത്ത് ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും തിരിച്ചറിയാൻ ഇന്ത്യൻ നാവികസേനയെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഈ മേഖലയിലെ സമുദ്രഭാഗങ്ങളിൽ അന്തർവാഹിനികളുടെ കാലഘട്ടമാണിത്. പാകിസ്ഥാൻ 8ഓളം അന്തർവാഹിനികൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. പാകിസ്ഥാന് വേണ്ടി 8 അന്തർവാഹിനികളാണ് ചൈനയുടെ വിവിധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഹങ്കോർ ക്ലാസ് അന്തർവാഹിനികളിൽ ഒരെണ്ണം ഇതിനോടകം തന്നെ സേനയുടെ ഭാഗമായി മാറിയിട്ടുമുണ്ട്. പാകിസ്ഥാൻ സേന ഇത് ചൈനയിൽ കമ്മീഷൻ ചെയ്യുകയും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ എന്ന രീതിയിൽ ഒരു കാര്യം നടത്തിയിരുന്നു. അതായത് ഹങ്കോർ ശ്രേണിയിൽപ്പെട്ട ആദ്യ അന്തർവാഹിനി ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകും വഴി കൊളംബോ തീരത്ത് പാകിസ്ഥാൻ എത്തിച്ചിരുന്നു. വളരെ രഹസ്യമായിട്ടാണ് കൊളംബോ തീരത്ത് മറ്റ് യുദ്ധക്കപ്പലുകളോടൊപ്പം അന്തർവാഹിനിയും പാകിസ്ഥാൻ എത്തിച്ചത്. എന്നാൽ ഈ അന്തർവാഹിനിയുടെ സാന്നിധ്യം ഇന്ത്യ മണത്തറിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പടക്കപ്പലുകൾ കൊളംബോ തുറമുഖത്ത് എത്തുകയും ചെയ്തു. 4 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് പാകിസ്ഥാൻ്റെ ഈ ചൈനീസ് നിർമ്മിത അന്തർവാഹിനി ഹങ്കോർ ശ്രേണിയിൽപ്പെട്ട 1ാമത്തെ അന്തർവാഹിനി നേരെ ലാഹോറിലേക്ക് പോയത്. അവിടെ വീരോചിതമായ സ്വീകരണമാണ് ഈ അന്തർവാഹിനിക്ക് ലഭിച്ചത് എന്നറിയുന്നു. എന്തായാലും പാകിസ്ഥാൻ ഈ ചെയ്തത് ഇന്ത്യക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാകിസ്ഥാൻ ഒരു അന്തർവാഹിനി സ്വന്തമാക്കിയിരിക്കുന്നു.
മൊത്തം 8 അന്തർവാഹിനികളാണ് പാകിസ്ഥാൻ ഉടൻ തന്നെ സ്വന്തമാക്കാൻ പോകുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ പാക് സേനയുടെ ഭാഗമായിരിക്കുന്നത്. അന്തർവാഹിനികളെ ഉപയോഗിച്ച് ഇനി ഇന്ത്യക്ക് തങ്ങളെ ഭീഷണിപ്പെടുത്താനാവില്ല, മാത്രമല്ല തങ്ങളുടെ അന്തർവാഹിനികൾ ഇന്ത്യക്ക് ഇനി ഭീഷണിയായി മാറും എന്നുമുള്ള ഒരു സന്ദേശമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഈ ഒരു ഓപ്പറേഷനിലൂടെ, അതായത് സ്വന്തം അന്തർവാഹിനി കൊളംബോ തീരത്ത് എത്തിക്കുന്നതിലൂടെ ചെയ്തത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഈ ഹങ്കോർ ശ്രേണിയിലുള്ള അന്തർവാഹിനികൾ ഇനി വിന്യസിക്കുക ബംഗാൾ ഉൾക്കടലിലായിരിക്കുമെന്നും സൂചനയുണ്ട്. പാകിസ്ഥാൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ അടുത്ത കാലത്ത് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി. പാകിസ്ഥാന്റെ നാവികസേനയെ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കാൻ ഇതുവരെയും ഇന്ത്യ അനുവദിച്ചിരുന്നില്ല. 1971 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ നാവികസേനയുടെ സാന്നിധ്യം ഏതാണ്ട് വടക്കൻ അറബിക്കടലിന് അപ്പുറത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇനിയിപ്പോൾ ബംഗ്ലാദേശിന്റെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ നേവിക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഹങ്കോർ ശ്രേണിയിൽപ്പെട്ട അന്തർവാഹിനികൾ തങ്ങൾ വിന്യസിക്കാൻ പോകുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ ഭീഷണി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണികളെ നേരിടണമെങ്കിൽ അന്തർവാഹിനികളുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അന്തർവാഹിനികളുടെ ചലനം കൃത്യമായി മുൻകൂട്ടി അറിയാൻ നാവികസേനയ്ക്ക് സാധിക്കണം. അത്തരമൊരു സംവിധാനമാണ് കടലിൻ്റെ അടിത്തട്ടിൽ ഇന്ത്യ ഇനി പണിയാൻ പോകുന്നത്. ഇന്ത്യ അറിയാതെ ഇനിയൊന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കടലിൻ്റെ അടിത്തട്ടിൽ സംഭവിക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഈ അത്യാധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതോടുകൂടി നിലവിൽ വരും. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അന്തർവാഹിനികൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഒരെണ്ണം ലഭിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി അതിനെ കൊളംബോയിലേക്ക് കൊണ്ടുവന്നു. ഇനി ബാക്കി 7 എണ്ണം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായിരിക്കും ഈ അന്തർവാഹിനികൾ ഉപയോഗിക്കുക എന്ന് വ്യക്തമാണ്. ചൈനയാണ് പാകിസ്ഥാന് അന്തർവാഹിനികൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. ചൈന സ്വന്തമായി അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുമുണ്ട്. ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ അന്തർവാഹിനി പടയുടെ കാര്യത്തിൽ അവർക്കാണ് ശക്തി കൂടുതൽ. പക്ഷേ ഇന്ത്യക്കും വലിയ ശക്തിയാണ് ആ മേഖലയിലുള്ളത്. അതായത് 3 ന്യൂക്ലിയർ അന്തർവാഹിനികളും 16 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളും ചേർന്ന് 19 അന്തർവാഹിനികളാണ് ഇന്ത്യൻ സേനയുടെ ആയുധപ്പുരയിലുള്ളത്. ഇവയിൽ 16 എണ്ണവും കൃത്യമായ ആക്രമണം, അതിദാരുണമായ ആക്രമണം ശത്രു സൈന്യത്തിന് മേൽ നടത്താൻ കഴിയുന്ന മാരകമായ അന്തർവാഹിനികളാണ്, അറ്റാക്ക് സബ്മറൈനുകളാണ്. 3 ന്യൂക്ലിയർ അന്തർവാഹിനികളും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതിൽ തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനികൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഇന്ത്യയും ഒട്ടും പിന്നോട്ടുള്ള ശക്തിയല്ല. പക്ഷേ ഇന്ത്യയെ വെല്ലുവിളിക്കാനായി പാകിസ്ഥാനും ചൈനയും ഒക്കെ ശ്രമം നടത്തിയേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. കൊളംബോ തുറമുഖത്ത് അന്തർവാഹിനികൾ കൊണ്ടുവന്ന് ശക്തി പ്രകടനം നടത്താൻ ശ്രമിച്ചതും ഇന്ത്യൻ ബംഗാൾ ഉൾക്കടലിൽ ഈ നാവികസേനയുടെ അല്ലെങ്കിൽ പാക് അന്തർവാഹിനികൾ വിന്യസിക്കാൻ തീരുമാനിച്ചതുമെല്ലാം ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കൂടിയാകും. സമുദ്ര സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമുദ്ര സുരക്ഷയ്ക്കായി കൂടുതൽ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സെൻസറുകളും കേബിളുകളും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെത്തുമ്പോൾ പാകിസ്ഥാനായാലും ചൈനയായാലും അന്തർവാഹിനികൾ അതുവഴി രഹസ്യമായി കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അന്തർവാഹിനികളുടെ ഓരോ നീക്കവും ഇന്ത്യൻ നാവികസേനയ്ക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സാഹസം പാകിസ്ഥാൻ്റെ അന്തർവാഹിനി പട കാട്ടിയാൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സംവിധാനം കൂടി, അതായത് സെൻസർ സംവിധാനം കൂടി നിലവിൽ വരുന്നതോടുകൂടി ഈ രംഗത്ത് ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുള്ള ഈ അന്തർവാഹിനി ഭീഷണിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല തദ്ദേശീയമായി ഈ സംവിധാനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. പാകിസ്ഥാന് പുറമെ ചൈനയും അന്തർവാഹിനികളെയും പടക്കപ്പലുകളെയും ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നുണ്ട്. ചൈനയുടെ നിരീക്ഷണ കപ്പലുകൾ എന്നറിയപ്പെടുന്ന ചാരക്കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ട് ഇന്ത്യയിൽ നിന്നും വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല ചൈനയുടെ നിരവധി നിരീക്ഷണ കപ്പലുകൾ ദിവസങ്ങളായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും അതോടൊപ്പം തന്നെ അനുബന്ധ മേഖലയിലുമെല്ലാം വലിയ രീതിയിൽ കടലിൻ്റെ അടിത്തട്ട് മാപ്പിംഗ് നടത്തുന്ന പരിപാടിയിലാണ്. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെയുണ്ട് എന്ന് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുക, അത് അടുത്ത അന്തർവാഹിനി നീക്കത്തിന് ഉപയോഗിക്കുക എന്ന തന്ത്രമാണ്
ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഏത് സമയത്തും അത്തരം ആക്രമണ ഭീഷണികൾ ഉണ്ടാകാം. ഈ ആക്രമണ ഭീഷണികൾ ചെറുക്കാനാണ് അന്തർവാഹിനികളുടെ നീക്കം അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന സംവിധാനം ഇന്ത്യ കടലിനടിയിൽ സ്ഥാപിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ ആക്രമണത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ നൽകിയാൽ ബ്രഹ്മോസ് അടക്കമുള്ള അത്യാധുനിക യുദ്ധ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യ ഈ പറയുന്ന അന്തർവാഹിനിയോ കപ്പലോ ആയിക്കോട്ടെ അതിനെ നശിപ്പിച്ചു കളയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമുദ്ര സുരക്ഷയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറച്ചു പറയുക തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും സമുദ്രം വഴി ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലെയും ജലസ്രോതസ്സുകളിൽ വലിയ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യക്കെതിരെ ഒരു നാവികപ്പടയെ ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ ഇന്ത്യൻ നാവികപ്പട കടലിലുള്ളിടത്തോളം കാലം പാകിസ്ഥാന്റെ സാഹസങ്ങൾ വിലപ്പോവില്ല എന്ന പ്രഖ്യാപനമാണ് ഇന്ന് ഇന്ത്യ നടത്തിയിരിക്കുന്നത്.